അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിയിൽ വേറെ ഒന്നും ചേർക്കണ്ട, കലക്കി അപ്പം തന്നെ ചുട്ടെടുക്കുക. വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിന് വെറുതെ കട്ടൻ ചായയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം, വൈകുന്നേരം വരെ ഇത് സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതിലേക്ക് ചൂടില്ലാത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ചൂട് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വെള്ളം മാത്രം അതിൽ ചേർത്താൽ മതി കേട്ടോ. ഒന്നുകിൽ നമ്മൾ വെള്ളം അധികം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ആ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് അറിയാൽ മതി, അത്രയും ചൂടായാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഇത്തിരി വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ചൂടില്ലാത്ത പച്ചവെള്ളം ഒഴിച്ചിട്ട് ചൂട് നോർമലാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് ബാക്കി പച്ചവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ചൂട് ശരിയാക്കണത്. നല്ല ചൂട് വേണ്ട, ജസ്റ്റ് പച്ചവെള്ളത്തിൻ്റെ ചൂടൊന്ന് തണുപ്പൊന്ന് ആറി ഒരു ചൂടുവെള്ളം ആയാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമായാലും പൊടി വെന്ത് പോകും. അപ്പോൾ ഞാൻ പാക്കറ്റ് പൊടി എടുത്തിട്ടുണ്ട്, അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. നല്ല നേർപ്പിച്ച് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടാവും, അപ്പോൾ കട്ടയൊക്കെ ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക. നല്ല വെള്ളം പോലെ ഇത് കലക്കിയെടുക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തലേ ദിവസത്തൊക്കെ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ഇതേപോലെ വെള്ളം പോലെ ഇരിക്കണം, എന്നാലാണ് അപ്പം നല്ല നേർമയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ പൊടി നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പത്തിന് ഏറ്റവും നല്ലത് ഇതേ ഷേപ്പിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചുട്ട് അതിൻ്റെ നടുക്കുള്ള കോട്ടിങ്ങൊക്കെ പോയി. എന്നാലും ഞാൻ ഈ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കണത്. അപ്പോൾ ഞാൻ ആ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ചൂടാണ്, ഗ്യാസ് അടുപ്പിൻ്റെ ചൂടാണ്. അതും കറക്റ്റ് ഒരു ഇതിലിട്ടാലാണ് അപ്പം നല്ല ഇതിൽ കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, വെറുതെ കലക്കി ചുട്ടാൽ മതി. പിന്നെ ഈ അപ്പത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ കോട്ടിങ്ങൊക്കെ ഉള്ള നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ പൊടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പൊടിയിൽ മാത്രം ഒഴിച്ചാൽ പോരാ കേട്ടോ, ചട്ടിയിലും പുരട്ടി കൊടുക്കണം. കോട്ടിങ്ങൊക്കെ പോയാലും മുട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പൊടിയിൽ ഒഴിച്ച് കൊടുത്താലും ചട്ടിയിൽ ഒഴിച്ച് കൊടുത്താലും ഇതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ മുകൾ ഭാഗത്തേക്ക് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് ഇതേപോലെ ഫുള്ളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കുറക്കാം. ഒരുപാട് മീഡിയത്തിലേക്ക് പോകരുത്, ജസ്റ്റ് ഒന്ന് ഫുൾ തീയൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, എന്നാലാണ് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുള്ളൂ. അപ്പോൾ ചൂട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അന്ന് നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഞാൻ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെട്ടി കൊടുക്കുകയാണ്. ഇതിൻ്റെ കോട്ടിങ് പോയത് കൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ വെട്ടണത്, അല്ലെങ്കിൽ ചട്ടിയിൽ വെളിച്ചെണ്ണ പുരട്ടണ്ട, പൊടിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പൊടിയിൽ ഒഴിച്ച് കൊടുക്കണത് അപ്പത്തിന് ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തില്ലാന്നത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ അപ്പം ചൂടാൻ നേരത്ത് എപ്പോഴും പൊടി ഇതേപോലെ നന്നായിട്ട് കലക്കിയിട്ട് വേണം കോരി ഒഴിക്കാൻ. ഒരപ്പം ചുട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത അപ്പം ചൂടാൻ നേരത്ത് പൊടി അടിയിൽ കട്ട പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ചൂട്
കറക്റ്റ് ആണെങ്കിലാണ് ഇതേപോലെ നല്ല ഓട്ടകൾ വരെയും ചെയ്യുള്ളൂ. അപ്പം നന്നായിട്ട് പരന്ന് കിട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ. ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഹോളുകളൊന്നും വരില്ല. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുത്ത വെളിച്ചെണ്ണ ഈ അപ്പത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റോട് കൂടി അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ പൊടിയിലൊഴിച്ച് കൊടുത്താലും അപ്പം ചുടുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മുകൾ ഭാഗത്തേക്ക് വരും. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന അപ്പമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ അപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എന്താ വെളിച്ചെണ്ണയൊക്കെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ആ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് അപ്പം കഴിക്കാനായിട്ട്. വെറുതെ നമുക്ക് കഴിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ചെരുവിത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങ ചെരുവിതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ചെരുവിട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അപ്പം അതേപോലെ വെളിച്ചെണ്ണയൊക്കെ വെട്ടി കൊടുത്തിട്ട് ചൂടാണ്. തീ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ അപ്പത്തിൻ്റെ കറക്റ്റ് ഇതിൽ കിട്ടണമെങ്കിൽ തീയും കറക്റ്റായിട്ടിരിക്കണം. അപ്പോൾ അപ്പം എപ്പോഴും ഓരോ പ്രാവശ്യം ചുടുമ്പോഴും നന്നായിട്ട് കലക്കിയിട്ട് വേണം കേട്ടോ ചൂടാനായിട്ട്. അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ചിരിക്കും. വേണ്ട, ചൂട് കറക്റ്റ് തന്നെ നല്ല ഹോളൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് പരന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല ഹോളൊക്കെ ഉണ്ടാവും, പക്ഷേ പരന്ന് കിട്ടില്ല. ഒഴിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇതും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹോളൊന്നും ഉണ്ടാവില്ല, ഒരു പച്ചപ്പൊടി പോലെ കിടക്കും. അപ്പോൾ ഇതിൻ്റെ നല്ല വെളിച്ചെണ്ണയൊക്കെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചട്ടിയാണെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ നല്ല ചട്ടിയാണെങ്കിൽ പൊടിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ മുകൾ ഭാഗത്ത് വരും. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം അപ്പവും ചുട്ടെടുക്കുകയാണ് കേട്ടോ. ആ വെളിച്ചെണ്ണയൊക്കെ മുകളിൽ വന്ന് ഇങ്ങനെ നല്ല തിളങ്ങണ പോലെ ഇരിക്കാനായിട്ട്, തിളങ്ങണ പോലെയാണ് ഇട്ടിരിക്കണത്. അത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ മീൻ കറിയിലൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും പോലെ അപ്പത്തിൻ്റെ മുകളിൽ അങ്ങനെ പച്ച വെളിച്ചെണ്ണ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 3 ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ബാക്കി എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിലും ചൂടാം. അത് ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടത്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുട്ടുടങ്ങിയത്. അപ്പോൾ നമ്മളിത് വച്ചിട്ട് വേറെ പണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിന്നുകൊണ്ട് തന്നെ ചുടണം, നമ്മൾ വെള്ളയപ്പമൊക്കെ ചുടുമ്പോൾ. അപ്പോൾ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് എന്തെങ്കിലും ക്യാരറ്റ്, മല്ലിയില, സവാള അരിഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വെറുതെ കഴിക്കാനും തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനും തലേ ദിവസത്തെ മീൻ കറി കൂട്ടി കഴിക്കാനും പറ്റിയ നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. വൈകുന്നേരം വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പം വെറുതെ കഴിക്കാനും കട്ടൻ ചായയിൽ മുക്കി കഴിക്കാനും പിന്നെ തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ തലേ ദിവസം മീൻ കറിക്ക് ബാക്കിയുണ്ടെങ്കിൽ പിള്ളേർക്കും ബാക്കി എല്ലാവർക്കും മീൻ കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കണത്. എത്ര തിന്നാലും മതി വരാത്തൊരു അപ്പമാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ അപ്പമാണിത്. എല്ലാ കറിയും ചേരും കേട്ടോ. ഇറച്ചിക്കറിയും കൂട്ടി എല്ലാ കറിയും കൂട്ടി കഴിക്കാൻ പറ്റിയ അപ്പമാണ്. ഏറ്റവും ടേസ്റ്റ് വെറുതെ കഴിക്കും. അപ്പോൾ മോൾക്കൊക്കെ മീൻകറി ഇഷ്ടം. മോൾ ഇവിടെ ഇരുന്ന് മീൻകറി കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ.